ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ USS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. തവനൂർ KMGUP സ്കൂളിന്റെ USS പരിശീലന പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് മലയാളം കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. USS പരീക്ഷയ്ക്ക് കേരള പാഠാവലിയിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 15 ചോദ്യങ്ങൾക്കും കുട്ടികൾ ഉത്തരം എഴുതണം. ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രചയിതാവിനെ കുറിച്ച്, സാഹിത്യ ശാഖയെ കുറിച്ച്, പാഠഭാഗത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ട്, പ്രയോഗ സവിശേഷതകൾ, ഭാഷാപരമായ പ്രത്യേകതകൾ, കഥാപാത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാം ചോദ്യങ്ങൾ വരാം. വ്യാകരണവുമായി ബന്ധപ്പെട്ട് സാധാരണ ഇത്രയും മേഖലകളിൽ നിന്നാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇതുകൂടാതെ പുരസ്കാരങ്ങളും ബഹുമതികളും, പിന്നെ പഴഞ്ചൊല്ലുകളും ശൈലികളും അവയുടെ വ്യാഖ്യാനങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സാധാരണയായിട്ട് കാണാറുണ്ട്. അല്പം ശ്രദ്ധയും ചിട്ടയായ പരിശ്രമവും ഉണ്ടെങ്കിൽ മലയാളത്തിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. എന്താ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് ഓർമ്മയുടെ ജാലകത്തിലെ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ പാഠത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. കവിയും നിരൂപകനും ഭാഷാ പണ്ഡിതനുമായിരുന്ന ശ്രീ R. രാമചന്ദ്രന്റെ ഒരു അഭിമുഖ കുറിപ്പാണ് പ്രവേശക പ്രവർത്തനമായി നമുക്ക് പഠിക്കാനുള്ള ഭാഗം. R. രാമചന്ദ്രൻ കവിയും കവിതയും എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത സന്ധ്യയിലെ ഹൃദയ സംവാദം എന്ന ഭാഗത്തിൽ ശ്രീ M. ശ്രീഹർഷൻ നടത്തിയ ഒരു അഭിമുഖ കുറിപ്പാണ് ആ ഭാഗം. അതിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അജന്ത ഗുഹകൾ സന്ദർശിച്ചതും ആ സംഭവം പിന്നീട് അജന്ത എന്ന കവിത എഴുതുന്നതിന് പ്രേരണയായതുമായ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പുത്തൻ പ്രവണതകൾ ഉദയം ചെയ്യാൻ കാരണമായ കോലായ എന്ന പേരിലുള്ള സാഹിത്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ശ്രീ R. രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്യാമസുന്ദരി, പിന്നെ മുരളി, സാന്ധ്യനികുഞ്ചങ്ങൾ, എന്തിനീ യാത്ര തുടങ്ങിയ കൃതികൾ പ്രശസ്തങ്ങൾ. പ്രസിദ്ധ ചിത്രകാരനും സിനിമ, നാടകം എന്നീ മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന ശ്രീ രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗം. ഇതിനു മുമ്പ് നിങ്ങൾ യാത്രാ വിവരണം പഠിച്ചത് SK പൊറ്റക്കാടിന്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന കൃതിയിൽ നിന്നെടുത്ത വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗമാണ്. 6ാം ക്ലാസ്. സാധാരണ യാത്രാ വിവരണങ്ങളിൽ പ്രകൃതി വർണ്ണനയും പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കുമാണ് പ്രാധാന്യം നൽകുക. വിക്ടോറിയ വെള്ളച്ചാട്ടവും അത്തരത്തിലുള്ള ഒരു യാത്രാ വിവരണമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തതയാർന്ന ഒരു വായനാനുഭവമാണ് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. യാത്രാ വിവരണത്തിന്റെ സാമ്പ്രദായിക ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ഒരു മാനസിക അനുഭവമായി വായനക്കാരനിലേക്ക് പകർന്നു നൽകുകയാണ് ശ്രീ രാജൻ കാക്കനാട്. പിപ്പൽകോട്ടയിലേക്കുള്ള യാത്രക്കിടെ അളകനന്ദയുടെ തീരത്തെ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹം എത്തിപ്പെടുന്നു. അവിടെ ഒരു ചെറിയ കുടിലിൽ അദ്ദേഹം ചെലവഴിച്ച കുറച്ചു നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുന്നു. ആ അനുഭവം വായനക്കാരനിലേക്ക് പകർന്നു നൽകുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു യാത്രാനുഭവം എന്നതിലപ്പുറം ഒരു ചെറുകഥ വായിച്ച സുഖമാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. സിംലയും അവളുടെ വീട്ടുകാരും നമ്മുടെ ഹൃദയത്തെയും വല്ലാതെ സ്പർശിക്കും.
യാത്രികൻ അവളുടെ സഹോദരനെ കാണണേ എന്ന് നമ്മളും ആഗ്രഹിച്ചു പോകും. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്ലാസ് 7 കേരള പാഠാവലി യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകം. പാഠഭാഗം അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ. ഒന്നാമത്തെ ചോദ്യം. എൻമിഴിയിൽ തെളിയുന്നിതനുതാപാർദ്രം തഥാഗത മന്ദസ്മിതം. ആർ രാമചന്ദ്രന്റെ അജന്ത എന്ന കവിതയിലെ ഈ വരികളിൽ തഥാഗതൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതില് ആർ രാമചന്ദ്രന്റെ അജന്ത എന്ന കവിത നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ ചെറിയൊരു പ്രയാസം തോന്നും. എന്നാൽ ഓർമ്മയുടെ ജാലകം എന്ന പ്രവേശക പ്രവർത്തനത്തിൽ നമ്മൾ കവി ആർ രാമചന്ദ്രന്റെ ഒരു ഓർമ്മക്കുറിപ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം തായാട്ട് ശങ്കരനൊപ്പം അജന്ത ഗുഹ സന്ദർശിച്ചതിന്റെ അനുഭവമാണ് പങ്കുവെക്കുന്നത്. അവിടെ ശ്രീബുദ്ധന്റെ പൂർണകായ വിഗ്രഹം കണ്ടതും 4 മണി കഴിഞ്ഞാൽ സൂര്യപ്രകാശം ആ ചുണ്ടത്തു വന്ന് തട്ടും. അപ്പോൾ ആ വിഗ്രഹം ചെറുതായി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും. ജീവിതത്തെയോർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നതായിട്ടാണ് കവിക്കത് അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം ആ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ വർഷങ്ങളോളം മായാതെ കിടന്നു. ആ അനുഭവമാണ് പിന്നീട് അജന്ത എന്ന കവിത എഴുതാൻ പ്രേരണയായത് എന്നാണ് അദ്ദേഹം ആ ഒരു ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി ഓപ്ഷൻസ് നോക്കുക. എ മഹാവീരൻ, ബി ശ്രീബുദ്ധൻ, സി ഗാന്ധിജി, ഡി യേശുക്രിസ്തു. നമുക്ക് സംശയമില്ല അല്ലെ ഏതാണ് ഉത്തരമെന്ന്? ഓപ്ഷൻ ബി ശ്രീബുദ്ധൻ. ഓർമ്മയുടെ ജാലകം എന്നുള്ള ഈ ഒരു അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് നമ്മൾ പഠിച്ചതിന് ശേഷം ഇതുപോലെയുള്ള മറ്റു കവിതകള് അല്ലെങ്കിൽ മറ്റു കൃതികളിൽ എവിടെയെങ്കിലും പണ്ട് നടന്ന ഏതെങ്കിലും ഒരു സംഭവം മനസ്സിൽ മായാതെ കിടന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവം പിന്നീട് കവിതയ്ക്കോ കഥയ്ക്കോ വിഷയമായിട്ടോ ഒക്കെ വരുന്നതായിട്ടുള്ള വരികൾ ശേഖരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കൃതിയെക്കുറിച്ചും കവിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങളൊന്ന് നോക്കാം. ആർ രാമചന്ദ്രന്റെ ശ്യാമസുന്ദരി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് അജന്ത എന്ന കവിത. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നോക്കൂ, ഇതുപോലെ പഴയ കാലത്തെ ഓർമ്മകൾ വീണ്ടും കവിതകളിലേക്ക് വന്ന വരികളാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നുവെന്നെങ്ങനെയറിഞ്ഞു നാം. NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിലെ വരികളാണ്. അടുത്തത് നോക്കൂ. 60 വർഷങ്ങൾക്കപ്പുറമാണെന്റെ അരുമയാമാദ്യത്തെ വിദ്യാലയം. പ്രശസ്ത കവി P ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിതയിലെ വരികളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് പരിചയപ്പെട്ട ഇത്തരത്തിലുള്ള വരികൾ കൂടി ശേഖരിച്ചു വെക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം. രാജൻ കാക്കനാടൻ എഴുതിയ നോവൽ ഏത്? ഇത് രചയിതാവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. രചയിതാവിനെ അല്ലെങ്കിൽ കൃതിയെ കുറിച്ചുള്ള ചോദ്യം. ഓപ്ഷൻ എ ഹിമവാന്റെ മുകൾ തട്ടിൽ, ബി അമർനാഥ് ഗുഹയിലേക്ക്, സി നേരമില്ലാത്ത നേരത്ത്, ഡി ഒറോദ. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ച അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ എന്ന പാഠഭാഗം ഈ കൃതിയിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു യാത്രാ വിവരണമാണ്. അടുത്തത് അമർനാഥ് ഗുഹയിലേക്ക്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതും എന്താണ്? യാത്രാ വിവരണമാണ്. രാജൻ കാക്കനാടൻ എഴുതിയ യാത്രാ വിവരണമാണ് അമർനാഥ് ഗുഹയിലേക്ക് എന്നത്. നേരമില്ലാത്ത നേരത്ത്
രാജൻ കാക്കനാടൻ എഴുതിയ നോവലാണ്. ഒറോദ നോവലാണ്. അതെഴുതിയത് രാജൻ കാക്കനാടൻ അല്ല, പ്രശസ്ത സാഹിത്യകാരനായ കാക്കനാടൻ ആണ്. ഇപ്പോൾ ഉത്തരം വ്യക്തമായല്ലോ. ഉത്തരം ഓപ്ഷൻ സി, നേരമില്ലാത്ത നേരത്ത്. അപ്പൊ ഈ ഒരു ചോദ്യവും ഈ ഒരു ഓപ്ഷനും കിട്ടിയപ്പോൾ നിങ്ങൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല പഠിച്ചത്, മറ്റു പലതും പഠിച്ചു. ഹിമവാന്റെ മുകൾ തട്ടിൽ, അമർനാഥ് ഗുഹയിലേക്ക് എന്നിവ രാജൻ കാക്കനാടൻ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം എഴുതിയ ഒരേ ഒരു നോവലാണ് നേരമില്ലാത്ത നേരത്ത്. ഒറോദ എന്ന നോവൽ എഴുതിയത് പ്രശസ്ത സാഹിത്യകാരനായ കാക്കനാടനാണ്. ഇനി ഒരു വിവരം കൂടി. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത എസ്തപ്പാൻ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് രാജൻ കാക്കനാടൻ. ഇതും കഥാകൃത്തിനെ രചയിതാവിനെ കുറിച്ചുള്ള അധിക വിവരമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇത് പാഠഭാഗത്തിലെ പ്രയോഗ സവിശേഷതയുമായി ബന്ധപ്പെട്ടു വരുന്ന ഒരു ചോദ്യമാണ്. നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് ഞാൻ കണ്ടു. പാഠഭാഗത്തെ സവിശേഷമായ ഈ പ്രയോഗത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇവിടെ നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ സിംലയുടേതാണ്. ഞാൻ എന്ന് പറയുന്നത് യാത്രികനാണ്. ഈ ഒരു പ്രയോഗത്തിന് യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, ജീവിതത്തെ കുറിച്ച് പ്രത്യാശ നിറഞ്ഞ സങ്കല്പങ്ങൾ സിംലയുടെ മനസ്സിലുണ്ട്. ജീവിതത്തെ കുറിച്ച് പ്രത്യാശ നിറഞ്ഞ സങ്കല്പങ്ങൾ സിംലയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ കണ്ണുകൾ നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുന്നത്, അല്ലെ? അവളൊരു ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം പ്രതീക്ഷകളും സങ്കല്പങ്ങളും ജീവിതത്തെ കുറിച്ച് ഉണ്ട്. അതുകൊണ്ട് ഈ എ എന്ന ഓപ്ഷൻ ഈ പ്രയോഗത്തിന് യോജിച്ച പ്രസ്താവനയാണ്. ബി, യാത്രികനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയത്. പാഠഭാഗത്ത് ഒരിടത്തും സിംലയ്ക്ക് യാത്രികനോട് ദേഷ്യം തോന്നുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. യാത്രികൻ അവളോട് വളരെയധികം സ്നേഹവാത്സല്യങ്ങളോടെയാണ് പെരുമാറുന്നത്. നിന്റെ ഭായിയെ ഞാൻ കണ്ടെത്തും, അവന് ഞാൻ ഈ വെള്ളാരം കല്ലുകൾ കൊടുക്കും എന്നൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സിംലയ്ക്ക് തിരിച്ച് അദ്ദേഹത്തോടും ആ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നാനുള്ള ഒരു കാരണവും ഇല്ല. സി, സഹോദരന്റെ ഓർമ്മകൾ അവളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. സഹോദരന്റെ ഓർമ്മകൾ സങ്കടപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവനയും ഈ പ്രയോഗത്തിന് യോജിച്ചതാണ്. ഡി, യാത്രികൻ തന്റെ സഹോദരനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷ അവളുടെ കണ്ണുകളിൽ തിളങ്ങുകയാണ്. അത് വളരെ ശരിയാണ്, അല്ലെ? അളകനന്ദയിലെ വെളുത്ത വെള്ളാരങ്കല്ലുകൾ പെറുക്കി യാത്രികന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തന്റെ ഭായിയെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ അവൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയും ഈ പ്രയോഗത്തിന് യോജിച്ചതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, യാത്രികനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയത്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാ ഓപ്ഷനും നന്നായി വായിക്കണം. നന്നായി വായിച്ചിട്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് വിലയിരുത്താനും ശ്രമിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഒരിക്കലും തെറ്റുവരില്ല. നാലാമത്തെ ചോദ്യം, അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ അനേകം നിരകൾ ദൃശ്യമായി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം. ഉത്തുംഗം എന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ പരന്ന, ബി ചരിഞ്ഞ, സി ഉയർന്ന, ഡി നിരയായ. ഈ പദം നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ ഈ ഒരു പദം പഠിച്ചിട്ടുണ്ട്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം. എന്റെ വിദ്യാലയം എന്ന ഒളപ്പമണ്ണയുടെ കവിത 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങൾ പഠിച്ചതാണ്. അവിടെ തുങ്കം
തുങ്കമാം വാനിൻ എന്ന പദം വരുന്നുണ്ട്. ഈ പദം നിങ്ങൾ അപ്പോ തുങ്കം എന്ന പദം 5ാം ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ. കുഞ്ചൻ നമ്പ്യാരുടെ മയന്റെ മായാജാലം എന്ന പാഠത്തിൽ 6ാം ക്ലാസ്സിൽ ഉത്തുംഗം എന്ന പദം വീണ്ടും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഈ പദം നമ്മൾ പഠിച്ചതാണ്. അതോടൊപ്പം അതിന്റെ യഥാർത്ഥ അർത്ഥവും നമ്മൾ പഠിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അത്ര പ്രയാസമുള്ള ഒരു ചോദ്യമല്ല. അപ്പൊ ഏതായിരിക്കും ഉത്തരം? തുങ്കമാം വാനിൻ, ഉത്തുംഗ ഗോപുര ശൃംഗങ്ങൾ, ഉത്തുംഗമായ പർവ്വതങ്ങൾ. അപ്പൊ ഈ വാനിന്റെ മുന്നിലായിട്ട് തുങ്കം വരുന്നുണ്ട്, ഗോപുര ശൃംഗങ്ങളുടെ മുന്നിലായിട്ട് ഉത്തുംഗം വരുന്നുണ്ട്, പർവ്വതങ്ങളുടെ മുന്നിലായിട്ട് ഉത്തുംഗം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇതിലേതായിരിക്കും ഉത്തരം? ഓപ്ഷൻ സി, ഉയർന്ന പർവ്വതങ്ങളുടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ ചോദ്യം. കേരളത്തിൽ ഭൂവുടമയ്ക്ക് ജന്മി എന്നാണ് പറഞ്ഞിരുന്നത്. ഉത്തരേന്ത്യയിൽ ഭൂവുടമയ്ക്ക് പറയുന്ന പേരെന്ത്? പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ യാത്രികനും സിംലയുടെ അച്ഛനും തമ്മിലുള്ള സംസാരത്തിനിടയിലാണ് അളകനന്ദക്കരയിലെ ഓറഞ്ച് തോട്ടങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരം വരുന്നത്. അത് മോഹൻലാൽ ഗൗർ എന്ന ജമീന്ദാരുടെ വകയാണ് എന്നും അവിടെ പണിയെടുത്താൽ കഷ്ടിച്ച് 2 നേരം റൊട്ടി തിന്ന് കഴിയാനുള്ള വക മാത്രമേ കിട്ടൂ, അല്ലാതെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലോ എന്തെങ്കിലും കരുതി വെക്കണമെങ്കിലോ ഒന്നും ആ തോട്ടത്തിലെ ജോലി കൊണ്ട് കഴിയുകയില്ല എന്ന് സിംലയുടെ അച്ഛൻ യാത്രികനോട് പറയുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ അവിടുത്തെ ആ ഒരു ഭൂവുടമയും തൊഴിലാളികളും തമ്മിലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും ഉത്തരേന്ത്യയിൽ ഭൂവുടമയ്ക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ ഠാക്കൂർ, ബി ജമീന്ദാർ, സി പ്രഭു, ഡി പഠാൻ. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ പാഠഭാഗത്ത് പരാമർശമുള്ള വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി ജമീന്ദാർ. 6ാമത്തെ ചോദ്യം. കമ്പിളിയുടുപ്പ് വിഗ്രഹിച്ചെഴുതിയാൽ. ഓപ്ഷൻസ്: എ കമ്പിളിയുടെ ഉടുപ്പ്, ബി കമ്പിളിയാകുന്ന ഉടുപ്പ്, സി കമ്പിളി കൊണ്ടുള്ള ഉടുപ്പ്, ഡി കമ്പിളിയായ ഉടുപ്പ്. ഇങ്ങനെ വിഗ്രഹിച്ചെഴുതാൻ തന്നാല് ആദ്യം നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കുക. ആ സമസ്ത പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന്. ഇവിടെ എന്താണ്? കമ്പിളി ഉടുപ്പ്, കമ്പിളി നൂൽ കൊണ്ടുള്ള തുണി കൊണ്ടുണ്ടാക്കിയ ഉടുപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ വിഗ്രഹാർത്ഥം വരിക? കമ്പിളിയുടെ ഉടുപ്പ്. ശരിയാണോ? അല്ല, കമ്പിളിയുടെ ഉടുപ്പ് എന്നല്ല പറയാ. കമ്പിളിയാകുന്ന ഉടുപ്പാണോ? അതുമല്ല, കമ്പിളി കൊണ്ടുള്ള ഉടുപ്പ്. അതാണ് ശരിയായ വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതൽ. അപ്പൊ ഉത്തരം ഏതാണ്? കമ്പിളി കൊണ്ടുള്ള ഉടുപ്പ്. ഇത്തരത്തിലുള്ള കുറച്ച് പദങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. പളുങ്കുമാല, പളുങ്കു കൊണ്ടുള്ള മാല. ചന്ദനക്കട്ടിൽ, ചന്ദനം കൊണ്ടുള്ള കട്ടിൽ. വെള്ളിക്കൊലുസ്, വെള്ളി കൊണ്ടുള്ള കൊലുസ്. ചില്ലുപാത്രം, ചില്ലുകൊണ്ടുള്ള പാത്രം. ഇതുപോലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. 7ാമത്തെ ചോദ്യം സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. തെറ്റായ ജോഡി കണ്ടെത്താം. ഓപ്ഷൻസ്: എ അകലങ്ങളിലെ മനുഷ്യർ രവീന്ദ്രൻ, ബി അടരുന്ന കക്കകൾ ആശാ മേനോൻ, സി തടാകനാട് എസ് കെ പൊറ്റക്കാട്, ഡി വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 കൃതികളും യാത്രാ വിവരണങ്ങളാണ്. നമ്മുടെ പാഠഭാഗം യാത്രാ വിവരണമാണ്. അപ്പോൾ ആ സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. അകലങ്ങളിലെ മനുഷ്യർ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് രവീന്ദ്രനാണ്. അടരുന്ന കക്കകൾ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം ആശാ മേനോന്റേതാണ്. തടാകനാട്
SK പൊറ്റക്കാടിന്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ തടാകനാട് എന്നു പേരുള്ള ഒന്നില്ല. അതുകൊണ്ട് തടാകനാട് എന്ന യാത്രാ വിവരണം എഴുതിയത് SK പൊറ്റക്കാട് അല്ല. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമാണ്. അപ്പോ ഏതാണ് തെറ്റായ ജോഡി ഇതില്? ഉത്തരം ഓപ്ഷൻ സി, തടാകനാട്, SK പൊറ്റക്കാട്. അങ്ങനെയാണെങ്കിൽ തടാകനാട് എഴുതിയത് ആരാണ്? നോക്കാം. സക്കറിയ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമാണ് തടാകനാട്. ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് സക്കറിയ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പാഠഭാഗം ഏത് സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സാഹിത്യ കൃതികള്, സാഹിത്യകാരന്മാര്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. 8ാമത്തെ ചോദ്യം പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. അനാഗത ശ്മശ്രു എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻസ്: എ കൊമ്പൻ മീശയുള്ളവൻ, ബി മീശ മുളയ്ക്കാത്തവൻ, സി മീശ വടിച്ചവൻ, ഡി മീശയുള്ളവൻ. അനാഗതം എന്ന് പറഞ്ഞാൽ വരാത്തത് എന്നാണ് അർത്ഥം. ആഗതം വരുന്നത്, അനാഗതം വരാത്തത്. ശ്മശ്രു മീശ. അപ്പൊ എന്താണ്? മീശ വരാത്തവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും അനാഗത ശ്മശ്രു എന്ന പദത്തിന്റെ അർത്ഥം? ഓപ്ഷൻ ബി, മീശ മുളയ്ക്കാത്തവൻ. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഫലഭൂയിഷ്ഠം എന്നതിന്റെ ശരിയായി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസും നോക്കുക. ഇങ്ങനെ ഒരു പദം തരുമ്പോ അതില് ഈ ഒരു പദത്തിൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള 3 അക്ഷരങ്ങളുണ്ട്. ഒന്നാമത്തെ ബ, മൂന്നാമത്തെ ഭൂ, അവസാനത്തെ ഠ. അപ്പൊ അതില് ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ഫലഭൂയിഷ്ടം ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഇത്തരം പദങ്ങൾ തന്ന് അതിന്റെ പ്രത്യേകിച്ചും തെറ്റിക്കാൻ സാധ്യതയുള്ള പദങ്ങൾ തന്ന് ശരിയായി എങ്ങനെയാണോ എഴുതുന്നത് അത് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ സാധാരണയായി USS പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരം പദങ്ങൾ കണ്ടെത്തി നിങ്ങൾ പഠിക്കണം. 10ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏത്? ഇതും സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. എ കാപ്പിരികളുടെ നാട്ടിൽ, ബി ബാലിദ്വീപ്, സി വർത്തമാന പുസ്തകം, ഡി മലബാർ മാനുവൽ. കാപ്പിരികളുടെ നാട്ടിൽ, ബാലിദ്വീപ് എന്നീ 2 യാത്രാ വിവരണങ്ങൾ എഴുതിയത് SK പൊറ്റക്കാടാണ്. വർത്തമാന പുസ്തകം അതും ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ്. കാപ്പിരികളുടെ നാട്ടിലും ബാലിദ്വീപും ഒക്കെ എഴുതുന്നതിന് വളരെ മുമ്പ് എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ഓപ്ഷൻ ഡി, മലബാർ മാനുവൽ. വില്യം ലോഗൻ എഴുതിയ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് മലബാർ മാനുവൽ. അതൊരു യാത്രാ വിവരണ ഗ്രന്ഥമല്ല, ചരിത്ര ഗ്രന്ഥമാണ്. അതും ഒരു പഴയ പുസ്തകമാണ്, അല്ലെങ്കിൽ പഴയ കൃതിയാണ്, പക്ഷെ അത് യാത്രാ വിവരണ ഗ്രന്ഥം അല്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ സി, വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം. പാറേമാക്കൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതും സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗം ഏത് സാഹിത്യ ശാഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ടീച്ചർ പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത്. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇനിയും ഈ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയും. അവ കണ്ടെത്തുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.